Hello my dear friends, everybody happy? ഇന്ന് നമുക്കിടയിൽ പലരിലും ഉണ്ടാകുന്ന പ്രധാന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മഴ നനഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കിടയിലാണെങ്കിലും ശരി അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും ശരി തുമ്മൽ, ജലദോഷം, തൊണ്ടവേദന, മൂക്കലിപ്പ്, തലവേദന എന്നിവേണ്ട ആ തരത്തിലുള്ള പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഇതിന് സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഒരു പാരസെറ്റമോൾ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെഡിസിനാണ് നമ്മൾ കഴിക്കാറുള്ളത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഈ വക കാര്യങ്ങൾക്കൊന്നിനും നമ്മൾ എക്സ്ട്രാ ഒരു ഇംഗ്ലീഷ് മെഡിസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ മെഡിസിൻ ഉണ്ട്. എന്തായാലും ആ മെഡിസിനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ രണ്ടാമത്തെ ചാനലായ ജോബി വയലിങ്കൽ സെക്കൻഡ് ചാനലിലേക്ക് ആദ്യമായ സ്വാഗതം. ഓക്കെ, അതിന് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഒരു ക്യാരറ്റ് ശരിക്കും നമുക്ക് എടുത്ത ശേഷം ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളയാം. പീൽ ചെയ്ത ശേഷം നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം. ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് ഇതെല്ലാം എടുത്തിടാം. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് 10 to 15 മിനിറ്റ് ശരിക്കും ബോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാരറ്റ് ശരിക്കും വേകണം. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ശരിക്കും തിളയ്ക്കണം. തിളച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതായത് 10 to 15 മിനിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ നമ്മുടെ ക്യാരറ്റിൻ്റെ സ്ലൈസ് ശരിക്കും ഉടയണം. അപ്പോൾ അതുകൊണ്ട് ഒരു അല്പം കൂടി കൂടുതൽ സമയത്തേക്ക് ബോയിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അന്നേരം ഇതുപോലെ ചെറുതായിട്ട് ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ റെഡിയായെന്നർത്ഥം. ഓക്കെ, ഇനി ശരിക്കും നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ശരിക്കും ഉടച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒരു അര ലെമൺ ഓർ ലൈമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ്സിലേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു ഗ്ലാസിൻ്റെ അത്രത്തോളമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അര ലെമൺ നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ചെറിയ ലൈമാണെങ്കിൽ ഒരു ഫുൾ ലൈം നമുക്കതിലേക്ക് ഇടാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഇടുക. ഇനി വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഹണിയാണ്. അതായത് സാധാരണ നമ്മുടെ ഹണി. ഇത് നമുക്ക് ഈ ഒരു ഹണി നമുക്ക് ഒരു 3 സ്പൂണോളം നമുക്കിടാം. 3 സ്പൂൺ ഹണി. ഇനി നമുക്ക് ഇത് ശരിക്കും മിക്സ് ചെയ്യാം. ശരിക്കും മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ഇതേപോലെ തന്നെ സൂക്ഷിക്കാം. 10 to 15 മിനിറ്റ്സ് ഇതേപോലെ തന്നെ വെക്കും. കാരണം നമ്മൾ ഒഴിച്ച സാധനവും ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. അതിനുശേഷം നമുക്കിത് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഒരു അല്പം കൊണ്ട് തന്നെ ഫിൽറ്റർ ചെയ്യാം. ഇതേപോലെ തന്നെ മുഴുവൻ ജ്യൂസും നമുക്ക് എടുക്കാം. അത് സ്ക്യൂസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു 3-4 ദിവസത്തേക്ക് ഇതൊരു കുഴപ്പമില്ലായിരിക്കുകയും ചെയ്യും. ഇനി ഇത് കഴിക്കേണ്ടതും വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്ന തൊണ്ടവേദന, തലവേദന, ചുമ, ജലദോഷം, കഫക്കെട്ട് എന്നീ കാര്യങ്ങൾക്കെല്ലാത്തിനും നമുക്ക് ഈ ഒരു മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് ഉപയോഗിക്കേണ്ടതും വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾക്ക് ഇത് 3 നേരം ഉപയോഗിക്കാം. ഏകദേശം ഇതുപോലുള്ളൊരു സ്പൂൺ എടുക്കുക. ഇതുപോലുള്ള സ്പൂണിൻ്റെ അകത്ത് 4-5 സ്പൂണ് ഒരു നേരം കുടിക്കുക. നിങ്ങളുടെ ചുമ, തലവേദന, കഫക്കെട്ട്, തൊണ്ടവേദന ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുതിർന്നവരാണെങ്കിൽ 4-5 സ്പൂൺ ഒരു നേരം കഴിക്കാം. പക്ഷേ ഇത് കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ 1-2 സ്പൂൺ വെച്ച് 3 നേരം കൊടുക്കുക. വളരെയധികം വ്യത്യാസം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. ഓക്കെ ഗൈസ്, സോ that's it guys today. But don't worry, I will come back with the next episode with Joby Wailingal second channel. Goodbye. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി എൻ്റെ 2 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.